ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. അവിടുത്തെ പ്രധാനപ്പെട്ട 2 കിങ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, അതിന്റെ ലിമിറ്റേഷൻസും കൂടെ പറഞ്ഞു. ടു കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ലിമിറ്റേഷൻസും കൂടെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. എന്താണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? ആരാണ് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ മെയിൻലി പ്രപ്പോസ്ഡ് ബൈ R.H. വിറ്റാക്കർ. ആരാണ്? R.H. വിറ്റാക്കർ എന്നൊരാളാണ് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം 1969 കേട്ടോ, 1969 ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് R.H. വിറ്റാക്കർ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ 1700-കളിലൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ലോങ് കാലത്തിന് ശേഷമാണ്, ഒരു ദീർഘമായ കാലത്തിന് ശേഷമാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരുന്നത്. എനിവേ, എന്തായാലും 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് 5 ഡിഫറെൻറ്റ് കിങ്ഡങ്ങൾ ഉണ്ട് അല്ലെ. ആ പേര് പറയുന്ന പോലെ നേരത്തെ 2 കിങ്ഡങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഏതൊക്കെയാണ്? പ്ലാന്റ്, ആനിമേലിയ അല്ലെ. ഈ 2 കിങ്ഡങ്ങൾ മാത്രമേ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇപ്പോൾ എത്ര കിങ്ഡം ഉണ്ട്? നമുക്കിപ്പം 5 കിങ്ഡങ്ങൾ ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ കിങ്ഡം മൊനീറയാണ് അല്ലെ, മൊനീറ. രണ്ടാമത്തെ കിങ്ഡം ഏതാണ്? പ്രോട്ടിസ്റ്റ. മൂന്നാമത്തെ കിങ്ഡം ഏതാണ്? ഫഞ്ചൈ. ആൻഡ് നാലാമത്തെ കിങ്ഡം പ്ലാന്റ്. ലാസ്റ്റ് വൺ ആനിമേലിയ അല്ലെ. സോ ഇപ്പോ ലിവിംഗ് വേൾഡിനകത്ത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അനുസരിച്ച്, അക്കോർഡിംഗ് ടു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ലിവിംഗ് വേൾഡ് ക്ലാസിഫൈഡ് ഇൻ ടു 5 ഡിഫറെന്റ് കിങ്ഡംസ് അല്ലെ. എത്ര കിങ്ഡം ആണ്? 5 ഡിഫറെന്റ് കിങ്ഡംസ്. ഏതൊക്കെയാണ് ആ 5 ഡിഫറെന്റ് കിങ്ഡംസ്? ഒന്നാമത്തത് മൊനീറ. ഫസ്റ്റ് വൺ ഈസ് മൊനീറ. സെക്കൻഡ് വൺ പ്രോട്ടിസ്റ്റ. തേർഡ് വൺ ഫഞ്ചൈ. ഫോർത്ത് വൺ പ്ലാന്റ്. ആൻഡ് ലാസ്റ്റ് വൺ എന്താണ്? ആനിമേലിയ അല്ലെ. ഇങ്ങനെ 5 ഡിഫറെന്റ് കിങ്ഡങ്ങളായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ലിവിംഗ് വേൾഡിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു അല്ലെ. നോക്കൂ, ഇത് ഏറ്റവും ആദ്യത്തത് മൊനീറയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഓരോ ക്യാരക്ടേഴ്സ് ആയിട്ട് നോക്കാം. സെൽ ടൈപ്പ് അല്ലെ. ഏത് തരം സെല്ലാണ് മൊനീറയ്ക്കകത്ത് കാണുന്നത്? മൊനീറയ്ക്കകത്ത് കാണുന്നത് യൂണിസെല്ലുലാർ, അതായത് ഒറ്റ സെല്ലാണ്. ഒരു ഓർഗാനിസം എന്ന് പറയുന്നത് ഒരു സെല്ലാണ്. എന്ന് വെച്ചാൽ മൈക്രോ ഓർഗാനിസംസ് ആണ് അല്ലെ. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത മൈക്രോ ഓർഗാനിസംസ് ആണ് മൊനീറ. അതേപോലെ തന്നെ അവരെങ്ങനെയായിരിക്കും? പ്രോക്യാരിയോട്ട് അല്ലെ. സോ യൂണിസെല്ലുലാർ പ്രോക്യാരിയോട്ടിക് ആയിട്ടുള്ള ആൾക്കാരാണ് ആര്? മൊനീറ എന്ന് പറയുന്നത് അല്ലെ. എന്നാൽ സെല്ല് ഏത് ടൈപ്പിലാണ് പ്രോട്ടിസ്റ്റയിൽ വരുന്നത്? അവരും യൂണിസെല്ലുലാർ ആണ്. മൊനീറയെ പോലെ തന്നെ അവരും എന്താണ്? യൂണിസെല്ലുലാർ ആണ്. പക്ഷേ അവരുടെ സെല്ല് യൂക്യാരിയോട്ടിക് ആണ് അല്ലെ. യൂക്യാരിയോട്ടിക് ആയിട്ടുള്ള സെല്ലാണ്. എന്ന് വെച്ചാൽ അവർക്ക് കൃത്യമായിട്ടുള്ള ന്യൂക്ലിയസ്, ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഡെഫിനിറ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. അതേപോലെ മറ്റ് സെൽ ഓർഗനൽസും ഉണ്ട് അല്ലെ. അപ്പോൾ അത് രണ്ടുപേരും പക്ഷെ എങ്ങനെയാണ്? യൂണിസെല്ലുലാർ ആണ്. പക്ഷെ ഒരാൾ പ്രോക്യാരിയോട്ടിക് ആണ്, മറ്റേ ആൾ എന്താ? യൂക്യാരിയോട്ടിക് ആണ് അല്ലെ. അതായത് നമ്മുടെ ബാക്ടീരിയകളാണ് മൊനീറ എന്ന് പറയുന്നത്. മൊനീറ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്തേക്ക് വരുന്നുണ്ട്. മൊനീറ ബാക്ടീരിയകളാണ്. പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് അമീബ, പാരമീസിയം, യുഗ്ലീന ഒക്കെ പോലെയുള്ള ആൾക്കാരാണ് ആര്? പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് അല്ലെ. ഇതിന് അടുത്തത് ഫഞ്ചൈ ആണ്. ഫംഗസ് അല്ലെ, ഫംഗസുകളാണ്. കിങ്ഡം ഫഞ്ചൈ. കിങ്ഡം ഫഞ്ചൈ എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ആണ്. കിങ്ഡം ഫഞ്ചൈ എങ്ങനെയാണ്? മൾട്ടി സെല്ലുലാർ ആണ്. അതേപോലെ തന്നെ നോൺ ഗ്രീൻ എന്ന് വെച്ചാൽ നോൺ ഫോട്ടോസിന്തറ്റിക് അല്ലെ. ഫോട്ടോസിന്തറ്റിക് അല്ല ആര്? ഫഞ്ചൈ എന്ന് പറയുന്നത്. അത് ഹെറ്ററോട്രോഫ് ആണെന്ന് നമുക്ക് പറയാം. എന്ന് വെച്ചാൽ അവര് മറ്റ് ലിവിങ് ഓർഗാനിസത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവര് ഈ പറയുന്ന ഫുഡിന് വേണ്ടിയിട്ട് മറ്റ് ലിവിങ് ഓർഗാനിസത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്തിൻ്റെ കാര്യം? നോൺ ഗ്രീൻ എന്നുള്ളതോട് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം. അതേപോലെ തന്നെ യൂക്യാരിയോട്ടിക് ആണ് അല്ലെ. യൂക്യാരിയോട്ടിക് ആണ്. ഫംഗസിനകത്ത് യൂണിസെല്ലുലാർ ആയിട്ട് ആൾക്കാരുണ്ട് കേട്ടോ. ഫോർ എക്സാമ്പിൾ ഈസ്റ്റ് ഒരു യൂണിസെല്ലുലാർ ഫംഗസിന്റെ എക്സാമ്പിൾ ആണ്. ബട്ട് മോസ്റ്റ് മെജോറിറ്റി ഓഫ് ഫംഗസുകളും എങ്ങനെയാണ്? മൾട്ടി സെല്ലുലാർ ആണ് അല്ലെ. മോസ്റ്റ് മെജോറിറ്റി ഓഫ് ഫംഗസുകളും മൾട്ടി സെല്ലുലാർ ആണ്. ദെൻ പ്ലാന്റ് അല്ലെ. നമുക്കറിയാലോ പ്ലാന്റ് എങ്ങനെയാണ്? മൾട്ടി സെല്ലുലാർ ആണ്. ഇപ്പം പ്ലാന്റ് എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ആണ്. അതേപോലെ തന്നെ എന്താണ്? യൂക്യാരിയോട്ടിക് ആണ് അല്ലെ. യൂക്യാരിയോട്ടിക് ആണ്. ദെൻ ലാസ്റ്റ് വൺ ആനിമേലിയ. ആനിമേലിയയും എങ്ങനെയാണ്? മൾട്ടി സെല്ലുലാർ ആണ് അല്ലെ. അതേപോലെ യൂക്യാരിയോട്ടിക്കും ആണ്. ആനിമേലിയ എങ്ങനെയാണ്? മൾട്ടി സെല്ലുലാർ ആണ്, യൂക്യാരിയോട്ടിക് ആണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇനി കൺഫ്യൂസ് ചെയ്യരുത്. അമീബ എന്ന് പറയുന്നത് പ്ലാന്റ് ആണോ ആനിമൽ ആണോ എന്ന് ചോദിച്ചാൽ അമീബ പ്ലാന്റും അല്ല ആനിമലും അല്ല അല്ലെ. പകരം അമീബ എവിടെയാണ്? പ്രോട്ടിസ്റ്റയാണ് അല്ലെ. അപ്പോൾ ഒരു ഓർഗാനിസം പ്ലാന്റ് ആവണമെങ്കിൽ
അതേപോലെ ഒരു ഓർഗാനിസം ആനിമൽ ആവണമെങ്കിൽ അല്ലെ അത് നിർബന്ധമായിട്ടും എങ്ങനെയായിരിക്കണം? മൾട്ടി സെല്ലുലാർ ആയിരിക്കണം അല്ലെ. മൾട്ടി സെല്ലുലാർ അല്ലാത്ത ഒരാളും പ്ലാന്റും ആവില്ല, ആനിമലും ആവില്ല അല്ലെ. അതേപോലെ തന്നെ എങ്ങനെയായിരിക്കണം? യൂക്യാരിയോട്ടിക്കും ആവണം. എങ്ങനെയാവണം? യൂക്യാരിയോട്ടിക്കും ആവണം അല്ലെ. അപ്പം ആ കാര്യത്തിൽ പ്ലാന്റും ആനിമലും സിമിലർ ആണ്. ആ കാര്യത്തിൽ പ്ലാന്റും ആനിമലും സിമിലർ ആണ്. ഇനി നമ്മൾ അടുത്തടുത്ത കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ഡിഫറൻസുകൾ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, രണ്ടാമത്തത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് നമ്മളിപ്പോൾ പറഞ്ഞ സെയിം കാര്യം തന്നെ. ഒരു കൃത്യമായ ന്യൂക്ലിയസ് എവിടെ ഇല്ല? മൊനിറയിലില്ല. കാരണം പ്രോ ക്യാരിയോട്ടിക് ആണല്ലോ അല്ലെ. പക്ഷെ ബാക്കി എല്ലാവരും യു ക്യാരിയോട്ടിക് ആണ്. അങ്ങനെ യു ക്യാരിയോട്ടിക് ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ട്? കൃത്യമായ ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ. അപ്പം അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. ദെൻ ബോഡി ഓർഗനൈസേഷൻ അല്ലെ. ബോഡി ഓർഗനൈസേഷൻ എന്താ ഈ ബോഡി ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ? ബോഡി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ബോഡിയിൽ സെല്ലുകളെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബോഡി ഓർഗനൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അതായത് സെല്ലുകൾ യൂണിസെല്ലുലാർ ആണോ അല്ലെ. ഇനിയിപ്പോൾ അതല്ല, സെല്ലുകൾ ഒരുപാട് സെല്ലുകളുണ്ട്, ആ ഒരുപാട് സെല്ലുകൾ ചേർന്നിട്ട് ഒരു ഗ്രൂപ്പായി മാറുന്നുണ്ട്, അപ്പം ടിഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ടോ അല്ലെ. ഇനിയിപ്പോൾ സെല്ലുകൾ ചേർന്ന് ഗ്രൂപ്പുകളായിട്ട് ടിഷ്യൂ ഫോം ചെയ്തു, ആ ടിഷ്യൂകൾ ചേർന്നിട്ട് ഓർഗൻസ് ഫോം ചെയ്തു, അപ്പം ആ സെൽസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സെൽസുകൾ ഗ്രൂപ്പായിട്ട് ടിഷ്യൂ ആയിട്ടുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടിഷ്യൂകളുണ്ട്. ആ ടിഷ്യൂകൾ വീണ്ടും ഗ്രൂപ്പ് ചെയ്ത് ഓർഗൻസ് ആയിട്ടുണ്ട് അല്ലെ. ഇനി ഓർഗൻസ് വീണ്ടും ഗ്രൂപ്പ് ചെയ്ത് ഓർഗൻ സിസ്റ്റം ആയിട്ടുണ്ട്. അങ്ങനെ ആ ബോഡിക്കകത്ത് സെല്ലുകളുടെ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സെല്ലുകൾ എങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നു ആ ഓർഗാനിസത്തിന്റെ ബോഡിയിൽ എന്നുള്ളതാണ് ബോഡി ഓർഗനൈസേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത്. സോ അവിടെ മൊനീറയിൽ നോക്കിയാൽ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. പ്രോട്ടിസ്റ്റയിലും സെല്ലുലാർ ആണ്. ഫഞ്ചയിലേക്ക് നോക്കി കഴിഞ്ഞാലോ മൾട്ടി സെല്ലുലാർ വിത്ത് എങ്ങനെയാണ്? ലൂസ് ടിഷ്യൂ ആണ്. ദെൻ പ്ലാന്റയിലേക്ക് വന്നാൽ ടിഷ്യൂ ലെവൽ ആൻഡ് ഓർഗൻ ലെവൽ കാണാൻ പറ്റും. ആനിമേലിയയിലും ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഇവിടെ കാണാൻ പറ്റും. ആനിമേലിയയിൽ കാണാൻ പറ്റും അല്ലെ. ഇനി മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് അല്ലെ. അത് മൊനീറയിൽ നോക്കിയാൽ ഓട്ടോ ഓർ ഹെറ്ററോ എന്ന് വെച്ചാൽ എന്താ? ഓട്ടോട്രോഫിക് എന്ന് വെച്ചാൽ എന്താണ്? ഓട്ടോട്രോഫിക് എന്ന് വെച്ചാൽ ദേ ക്യാൻ സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് മെറ്റീരിയൽ അല്ലെ. അവർക്ക് വേണ്ട ഫുഡ് അവരെന്ത് ചെയ്യുന്നുണ്ട്? സ്വന്തമായിട്ട് സിന്തസൈസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് വേണ്ട ഫുഡ് സ്വന്തമായിട്ടല്ലേ സിന്തസൈസ് ചെയ്യുന്നത്? നമുക്ക് വേണ്ട ചോറും കറിയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് സിന്തസൈസ് ചെയ്യല്ലേ ചെയ്യുന്നത് അല്ലെ. അങ്ങനെയാണോ പക്ഷെ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ്? നമ്മൾക്ക് വേണ്ട ഫുഡ് നമ്മൾ മറ്റൊരു ജീവിയിൽ നിന്നാണ്, മറ്റൊരു പ്ലാന്റ് ആവാം, മറ്റൊരു ആനിമൽ ആവാം അല്ലെ, അവിടുന്ന് നമ്മൾ എടുക്കുന്നത്. അപ്പം മറ്റൊരു പ്ലാന്റ് അതൊരു ഒരു ഓർഗാനിസം ആണല്ലോ അല്ലെ, അതൊരു ലിവിങ് ഓർഗാനിസം ആണ്. അപ്പം ആ ഓർഗാനിസത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഫുഡ് എടുക്കുന്നത് അല്ലെ. അപ്പം മറ്റൊരാൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്ലാന്റ്സ് അങ്ങനെയാണോ? അല്ല. പ്ലാന്റ്സ് എന്താ ചെയ്യുന്നത്? പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നു, വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നു സോയിലിനകത്തു നിന്ന് അല്ലെ, അങ്ങനെ മറ്റ് മിനറൽസിനെയും സോയിലിന് അബ്സോർബ് ചെയ്യുന്നു, എന്നിട്ടോ സൺലൈറ്റ് റിസീവ് ചെയ്യുന്നു. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അവർ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് പ്ലാന്റ്സ് അല്ലെ. അത്തരം ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓട്ടോട്രോഫ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നോക്കൂ, ബാക്ടീരിയക്കകത്തും അത്തരത്തിലുള്ള ഓട്ടോട്രോഫ്സുകൾ ഉണ്ട്. ചില ബാക്ടീരിയകൾക്ക് ഫുഡിന് വേണ്ടിയിട്ട് അവർ മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പകരം അവർക്ക് വേണ്ട ഫുഡ് അവർ തന്നെ സിന്തസൈസ് ചെയ്യാണ് അല്ലെ. അപ്പം അത്തരത്തിലുള്ള ബാക്ടീരിയകൾ നമുക്ക് എന്ത് വിളിക്കാം? ഓട്ടോട്രോഫിക് ബാക്ടീരിയ അല്ലെ, ഓർ ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് വിളിക്കാം. അപ്പം മൊനീറയിൽ എന്തുണ്ട്? ഓട്ടോട്രോഫുകൾ ഉണ്ട്. അതേപോലെ തന്നെ മൊനീറയിൽ എന്തുണ്ട്? ഹെറ്ററോട്രോഫുകളുണ്ട് അല്ലെ. അപ്പോ ബോത്ത് ഓട്ടോട്രോഫിക് ആൻഡ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻസ് ക്യാൻ ബി സീൻ ഇൻ ദ കിങ്ഡം മൊനീറ. മൊനീറയ്ക്കകത്ത് നമുക്ക് ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷനും കാണാൻ പറ്റുന്നുണ്ട്, അതേപോലെ തന്നെ ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷനും കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അതേപോലെ അടുത്ത കിങ്ഡം നോക്കൂ, അടുത്ത കിങ്ഡം പ്രോട്ടിസ്റ്റയാണ്. പ്രോട്ടിസ്റ്റിലും അതേപോലെ തന്നെയാണ്. അവിടെയും എന്തുണ്ട്? ഓട്ടോട്രോഫുകളുണ്ട്, ഹെറ്ററോട്രോഫുകളുണ്ട്. ഓക്കെ, അപ്പം എന്താണ്, കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. സ്വന്തമായിട്ട് സിന്തസൈസ് ചെയ്യാൻ പറ്റുന്ന ഫുഡ് സ്വന്തമായിട്ട് സിന്തസൈസ് ചെയ്യാൻ പറ്റുന്നവരുമുണ്ട്, പറ്റാത്തവരുമുണ്ട്. എവിടെ? പ്രോട്ടിസ്റ്റയിൽ. ഇനി ഫഞ്ചയിലേക്ക് വന്നാലും അവരും എന്ത് തന്നെയാണ്? ഹെറ്ററോട്രോഫാണ്. അവർക്ക് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ഇല്ല, അവരും ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ ആണ്. ആ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ അവർ വീണ്ടും പലതായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒന്ന് സാപ്രോഫൈറ്റിക്, നമുക്ക് പറയാം കേട്ടോ ഓരോന്ന് എന്തൊക്കെയാണെന്ന് പിന്നീട്. സാപ്രോഫൈറ്റിക് എന്താണ്? സാപ്രോഫൈറ്റിക് ഡെഡ് ആൻഡ് ഡീക്കേയിങ്
മാറ്ററിൽ നിന്ന് അവർ ഫുഡിനെ റിസീവ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? സാപ്രോഫൈറ്റിക് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ പാരസൈറ്റിക് ഉണ്ട് അല്ലേ, മറ്റൊരു ലിവിങ് ഓർഗാനിസത്തിന്റെ ബോഡിയിൽ ജീവിച്ചിട്ട് അവിടുന്ന് ഫുഡ് എടുക്കുന്നതാണ് പാരസൈറ്റിക് എന്ന് വിളിക്കുന്നത്. ദെൻ സിംബയോട്ടിക് അല്ലേ, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് രണ്ടുപേര് തമ്മിൽ, മറ്റൊരു ലിവിങ് ഓർഗാനിസവുമായിട്ട് അവരിൽ നിന്ന് അവരെ ദ്രോഹിച്ചുകൊണ്ട് ഫുഡ് എടുക്കുകയല്ല, മറിച്ച് അവർക്ക് ഒരു ഉപകാരം അങ്ങോട്ട് ചെയ്തിട്ട് മറിച്ച് അവിടുന്ന് എന്ത് ചെയ്യുന്നു? ഫുഡിനെ റിസീവ് ചെയ്യുന്നു, തിരിച്ച് ഫുഡ് റിസീവ് ചെയ്യുന്നു. അങ്ങനെ ഒരു മ്യൂച്വൽ അസോസിയേഷൻ, ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സഹകരണം എന്നുള്ളതാണ് എന്ത്? സിംബയോട്ടിക് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻസ് ആണ് ആരെടുക്കുന്നത്? ഫഞ്ചയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ദെൻ പ്ലാന്റ് നമുക്കറിയാലോ, എല്ലാവർക്കും അറിയാം പ്ലാന്റ് എങ്ങനെയാണ്. നമ്മൾ തൊട്ട് മുമ്പേയും പറഞ്ഞു ഓട്ടോട്രോഫിക് ആണ് അല്ലേ, ഓട്ടോട്രോഫിക് ആണ് പ്ലാന്റ്. എന്നാൽ ആനിമേലിയോ ഹെട്രോട്രോഫിക് ആണ്. അപ്പം പ്ലാന്റ്സും ആനിമൽസും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളൊന്നാണ് അല്ലേ. പ്ലാന്റ്സ് എങ്ങനെയാണ്? ഓട്ടോട്രോഫിക് ആണ്. എന്നാൽ ആനിമൽസ് എങ്ങനെയാണ്? ഹെറ്ററോട്രോഫിക് ആണ്. ദെൻ എക്സാമ്പിൾസ് ആണ് അല്ലേ, ബാക്ടീരിയയും ബ്ലൂ ഗ്രീൻ ആൽഗയും ഒക്കെയാണ് മൊനീറയ്ക്ക് എക്സാമ്പിൾ. അതേപോലെ തന്നെ പ്രോട്ടിസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സ്പൈറോഗൈറ, ക്ലാമിഡോമോണോസ് ഒക്കെയാണ് എന്ത്? പ്രോട്ടിസ്റ്റിക് എക്സാമ്പിൾ. അതേപോലെ അമീബ, പാരമീസിയം നമുക്ക് എപ്പോഴും അറിയാവുന്ന, നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് അറിയാവുന്ന ആൾക്കാരാണ് അല്ലേ. അതേപോലെ തന്നെ റൈസോപ്പസ്, അഗാരിക്കസ് എന്നൊക്കെ ഉള്ളത് ഫഞ്ചയുടെ എക്സാമ്പിൾസ് ആണ്. ദെൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹെർബ്, ഷെർബ്, ട്രീസ് എല്ലാം എന്താണ്? പ്ലാന്റേക്ക് എക്സാമ്പിൾ ആണ്. ദെൻ ആനിമലിലേക്ക് വന്നു കഴിഞ്ഞാലോ ഫിഷ്, ഫ്രോഗ്, ക്രൊക്കഡൈൽ, ബേർഡ്സ്, ഹ്യൂമൻ, ഇതൊക്കെ എന്താണ്? ആനിമൽസിന് എക്സാമ്പിൾ ആണ് അല്ലേ. വളരെ സിമ്പിളായിട്ട് നമ്മൾക്കറിയാവുന്ന കാര്യമാണ്.